സുഹൃത്തുക്കളെ, വല്ലാത്ത വാർത്ത ഓൺ ഫോക്കസിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സുസ്വാഗതം. ഞാൻ നിങ്ങളുടെ ചന്ദ്രമോഹൻ കൂത്തുപിള്ളിൽ. ഇന്ന് 2025 ഒക്ടോബർ 5 ഞായറാഴ്ച. ആദ്യമായി ഒരു പത്രവാർത്തയാണ് ഇവിടെ ഉദ്ധരിക്കുന്നത്. അതിങ്ങനെ പോകുന്നു. The Union Health Ministry has initiated a risk-based inspection at the manufacturing units of 19 drugs sampled across 6 states after Tamil Nadu Drugs Control Department found diethylene glycol (DEG) above permissible limits in the samples of Coldriff brand of cough syrup, Ministry officials said on Saturday. ഇന്നത്തെ ഞായറാഴ്ചത്തെ ഹിന്ദു ദിനപത്രത്തിൻ്റെ ആദ്യത്തെ പേജിൽ വന്ന ഒരു വാർത്തയാണിത്. യൂണിയൻ ഹെൽത്ത് മിനിസ്ട്രി കോൾഡ്രിഫ് ബ്രാൻഡ് ഓഫ് കഫ് സിറപ്സിൽ DEG ഡയത്തിലിൻ ഗ്ലൈക്കോൾ ഒരു മാലിന്യ വസ്തുവാണ്. ഇത് ഇൻഡസ്ട്രിയൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്, കമേഴ്ഷ്യലായിട്ട് ഉപയോഗിക്കുന്ന ഒന്നുകൂടി സാധനമാണ്. ഡയത്തിലിൻ ഗ്ലൈക്കോളും എത്തിലിൻ ഗ്ലൈക്കോളും രണ്ടും പെർമിസിബിൾ ലിമിറ്റ്സിലധികം, അതായത് അനുവദനീയമായ അളവിൽ കൂടുതൽ കണ്ടു, നിരോധിച്ചു എന്നാണ് ഒരു വാർത്ത. കുറച്ചും കൂടി വിശദമായിട്ട് പറയുകയാണെങ്കിൽ, കഫ് സിറപ്പ് കഴിച്ച കുട്ടികൾക്ക് വൃക്ക തകരാറിലായി അവർ മരിച്ചതായുള്ള റിപ്പോർട്ടുകൾക്ക് പിന്നാലെ വിവാദ മരുന്നുകളുടെ നിർമ്മാണ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം 6 സംസ്ഥാനങ്ങളിലായി കഫ് സിറപ്പുകളും ആൻറ്റിബയോട്ടിക്കുകളും അടങ്ങുന്ന 19 തരം മരുന്നുകൾ നിർമ്മിക്കുന്ന കേന്ദ്രങ്ങളിലാണ് സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ പരിശോധന നടത്തിയത്. തമിഴ്നാട്ടിലെ മരുന്ന് നിർമ്മാണശാലയിൽ നടത്തിയ പരിശോധനയിൽ മരുന്നിൽ വിഷമാലിന്യം കണ്ടെത്തി. കാഞ്ചീപുരത്തെ ശ്രീസൻ ഫാർമസ്യൂട്ടിക്കൽസ് അധികൃതർ പൂട്ടി മുദ്രവച്ചു. ഇവിടുത്തെ പരിശോധനയിൽ മരുന്നിൻ്റെ ഒരു ബാച്ചിൽ ഡയത്തിലിൻ ഗ്ലൈക്കോൾ വൻതോതിൽ കണ്ടെത്തി. ശ്രദ്ധിക്കണം, വൻതോതിൽ കണ്ടെത്തി. ഈ രാസവസ്തു ഗുരുതരമായ വൃക്കരോഗത്തിന് കാരണമാകും. കേരളത്തിൽ കോൾഡ്രിഫ് സിറപ്പിൻ്റെ വിൽപ്പന നിർത്തിവെച്ചു. SR13 ബാച്ചിൽ പ്രശ്നം കണ്ടെത്തിയെന്ന റിപ്പോർട്ടുകളെ തുടർന്നാണ് നടപടിയെന്ന്. ഈ മരുന്നുകളുടെ വിൽപ്പന നടത്തിയിട്ടില്ല ഇവിടെ എന്നുമാണ് കേരള സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത്. എത്ര പെട്ടെന്ന് ഇവർക്ക് ഈ ഡേറ്റ എവിടെ നിന്ന് കിട്ടിയെന്നറിയില്ല. സാധാരണ ഗതിയിൽ അടിക്കുന്ന ഒരു മരേടി മാത്രമാണോ ഇത്, അല്ലെങ്കിൽ ഡേറ്റ സഹിതം അടിസ്ഥാന രേഖകളുടെ ബേസിസിൽ പറയുന്നതാണോ എന്നറിയില്ല. എന്തായാലും അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മധ്യപ്രദേശിൽ 9 രാജസ്ഥാനിൽ 3 കുട്ടികൾ കഫ് സിറപ്പ് കഴിച്ചതിന് ശേഷമുള്ള ആരോഗ്യ പ്രശ്നങ്ങളാൽ മരിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ. മധ്യപ്രദേശിൽ കോൾഡ്രിഫിൻ്റെയും അതുണ്ടാക്കിയ കമ്പനിയുടെയും മറ്റെല്ലാ മരുന്നുകളുടെയും വിൽപ്പന നിരോധിച്ചു. രാജസ്ഥാനിൽ കുട്ടികളുടെ മരണത്തിന് കാരണമായതെന്ന് കരുതപ്പെടുന്ന കഫ് സിറപ്പ് നിർമ്മിച്ച ജയ്പൂർ ആസ്ഥാനമായുള്ള കെയ്സൻ ഫാർമയുടെ എല്ലാ മരുന്നുകളും ഇപ്പോൾ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ബാച്ച് മരുന്നിൻ്റെ വിൽപ്പന കേരളത്തിൽ നടത്തിയിട്ടില്ലെന്നാണ് മന്ത്രിയോടൊപ്പം കേരള സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിൻ്റെ അന്വേഷണത്തിലും വ്യക്തമായതെന്ന് പറയപ്പെടുന്നു. എങ്കിലും സുരക്ഷിതയെ കരുതിയാണ് വിൽപ്പന തടഞ്ഞത് എന്നാണ് അവരുടെ അവകാശവാദം. കേരളത്തിൽ 8 വിതരണക്കാർ ഈ മരുന്ന് വിൽപ്പന നടത്തുന്നുണ്ട്. കേരളത്തിൽ 8 വിതരണക്കാർ ഈ മരുന്ന് വിൽപ്പന നടത്തുന്നുണ്ട്. ഇവരോടും മെഡിക്കൽ സ്റ്റോർ ഉടമകളോടും വിൽപ്പന നിർത്തിവെക്കാൻ ഡ്രഗ്സ് കൺട്രോളർ കെ സുജിത് കുമാർ നിർദ്ദേശവും നൽകിയെന്ന് പറയപ്പെടുന്നു. സിറപ്പിൻ്റെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം മറ്റ് ചുമമരുന്നുകളുടെ സാമ്പിളുകളും ശേഖരിക്കും. കേരളത്തിൽ ചുമമരുന്ന് നിർമ്മിക്കുന്ന 5 കമ്പനികളുടെ സാമ്പിളുകളും പരിശോധനയ്ക്ക് അയക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. സർക്കാർ ആശുപത്രികൾക്ക് വേണ്ടി മരുന്ന് സംഭരിക്കുന്ന കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കോൾഡ്രിഫ് സിറപ്പ് വിതരണം ചെയ്യുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്, എന്നാണ് റിപ്പോർട്ട്.
2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഡോക്ടർമാർ ചുമക്കുള്ള സിറപ്പ് നിർദ്ദേശിക്കരുതെന്ന് സെൻട്രൽ ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ ഹെൽത്ത് സർവീസസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആരെങ്കിലും കുറിപ്പടിയുമായി വന്നാൽ, പ്രിസ്ക്രിപ്ഷനുമായി വന്നാൽ നൽകാൻ പാടില്ലെന്ന് മെഡിക്കൽ സ്റ്റോറുകൾക്കും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 5 വയസ്സിൽ മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക് ചുമയ്ക്കുള്ള സിറപ്പ് നൽകണമെങ്കിൽ കർശന നിരീക്ഷണവും അവർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് പൊതുവെ വാർത്ത. പക്ഷേ ഇതിൽ എന്തോ കള്ളത്തരമുണ്ട്. മലയാളം പത്രങ്ങളിലൊക്കെ ഇതാണ് നേരത്തെ പറഞ്ഞതാണ് വന്ന വാർത്ത. പക്ഷേ ഇംഗ്ലീഷ് പത്രങ്ങൾ അങ്ങനെയല്ല, പ്രത്യേകിച്ച് ഹിന്ദു. ഇതിലൊരു കോൺട്രവേഴ്സി ഉണ്ട്, ഇതിലൊരു വിവാദമുണ്ട്. ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് വലിയ നിശ്ചയമൊന്നുമില്ല എന്ന് ചുരുക്കം. 2 റിപ്പോർട്ട് നമുക്ക് കേട്ടാൽ ഇക്കാര്യം വ്യക്തമാകും. അപ്പോൾ അറിയാൻ കള്ളൻ ആര്, കള്ളൻ അല്ലാത്തതാര്, നേര് പറയുന്നത് ആര്, നുണ പറയുന്നത് ആര് എന്നൊക്കെ മനസ്സിലാക്കാം. However, the Union Ministry had on Friday ruled out that the syrup samples contained diethylene glycol or ethylene glycol. The ministry said that 6 samples were collected by the Central Drugs Standard Control Organization, and testing found that all the 6 were found to be free of DEG or EG. Simultaneously, the Madhya Pradesh FDA had said that out of the 13 samples collected by their team, 3 were analyzed and found to be free from DEG or EG. നോക്കണേ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റിപ്പോർട്ടാണ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. അവർ പരിശോധനയിൽ ഈ വിഷമാലിന്യം അതിൽ കണ്ടെത്തിയിട്ടില്ലെന്നാണ് പറയുന്നത്. അടുത്തത് കേൾക്കാം. The order by the Madhya Pradesh government cited the test report from Tamil Nadu and said the samples were found to contain 48.6% of diethylene glycol, which is a poisonous substance that may render contents injurious to health. The order asked officials to seize batches of the syrup available in the market and send samples for testing. നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടി പറയുകയാണ്. DEG and EG, അതായത് ഡൈഎത്തിലീൻ ഗ്ലൈക്കോൾ ആൻഡ് എത്തിലീൻ ഗ്ലൈക്കോൾ, ആർ ഇൻഡസ്ട്രിയൽ സോൾവെൻറ്റ്സ് used in antifreeze plants, brake fluids, and plastics. Sometimes they contaminate pharmaceutical ingredients such as glycerin, often due to poor oversight or suppliers using cheaper industrial grade material. നമ്മൾ ഈ ശുദ്ധമായ വെളിച്ചെണ്ണ കൊണ്ട് വീട്ടിൽ പപ്പടവും മറ്റ് കറികളും മറ്റും വറുക്കുമല്ലോ, മത്സ്യമൊക്കെ വറുക്കുമല്ലോ. ഹോട്ടലിലാകുമ്പോൾ പല പ്രാവശ്യം ഉപയോഗിച്ച എണ്ണ ഉപയോഗിച്ച് വറുക്കുന്നതൊക്കെ നമ്മൾ പറയപ്പെടുന്നുണ്ട്. ഓയിലും മറ്റേ ഡീസലും മറ്റു തരം ഓയിലുകളിൽ നിന്നൊക്കെ വേർതിരിച്ചെടുക്കുന്ന എണ്ണ ഉപയോഗിച്ച് പോലും വറുക്കുന്നുണ്ടെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ഹോട്ടലുകളിലും മറ്റിടത്തൊക്കെ. പലയിടത്തും അങ്ങനെ പിടിച്ച റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. എന്ന പോലെ ഒരു കമേഴ്സ്യൽ പ്രോഡക്റ്റാണ് ഈ പറഞ്ഞ സാധനം. ഇതൊന്ന് മാറി, ഇത് ഇങ്ങനെ കമേഴ്സ്യൽ പർപ്പസിന് ഉപയോഗിക്കുന്ന ഈ സാധനം ഒന്ന് മാറി മെഡിക്കൽ പർപ്പസിന് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ആഘാതം, അതിൻ്റെ പ്രത്യാഘാതം, അതിൻ്റെ ഗുരുതരമായ ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മലയാളം പത്രത്തിലൊന്നും ഇങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ, ഒരു 2 തരത്തിലുള്ള റിപ്പോർട്ട്, യോജിക്കാത്ത വൈരുദ്ധ്യം ഒരു മലയാള പത്രവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഹിന്ദു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മലയാള പത്രങ്ങൾ അങ്ങനെയാണ്, അവരെ എന്തോ പലപ്പോഴും പല ആൾക്കാരുടെയും പരസ്യക്കാരുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങി ഒരു ബയസ്ഡ് നിലപാടെടുക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ഇവിടെയുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് പറയുന്നു ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്ന്, ഫ്രീ ഫ്രം ഡൈഎത്തിലീൻ ഗ്ലൈക്കോൾ എന്ന്.
തമിഴ്നാട് സർക്കാരും മധ്യപ്രദേശ് സർക്കാരിൻ്റെയും വൃത്തങ്ങൾ പറയുന്നു ഉണ്ട് എന്ന്. അപ്പോൾ ഇവിടെ പ്രശ്നം ലൂസിഫർ സിനിമയിൽ സ്റ്റീഫൻ നെടുമ്പള്ളി പറയുന്നത് പോലെ, ഞാൻ നേരത്തെ ഒരു വീഡിയോയിലും ഇത് പറഞ്ഞിട്ടുണ്ട്, ആവർത്തന വിരസത തോന്നിയേക്കാം. ഇവിടെ നന്മയും തിന്മയും തമ്മിലല്ല പ്രശ്നം, വലിയ തിന്മയും ചെറിയ തിന്മയും തമ്മിലാണ്. ഇതിൽ വലിയ തിന്മ ആരാണ് എന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ നിങ്ങൾ പറയും CBI അന്വേഷിച്ചാൽ മതിയെന്ന്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വരെ കേന്ദ്ര സർക്കാരിൻ്റെ വാലാട്ടികളാണെന്ന് പറയപ്പെടുന്ന ഇക്കാലത്ത് CBIയിൽ നിന്ന് നീതി ലഭിക്കുമോ എന്ന് നമുക്കറിയില്ല. എന്താണ് ചെയ്യേണ്ടതെന്നും അറിയില്ല. വിദഗ്ധന്മാരുടെ നിർദ്ദേശങ്ങൾ അവരുടെ ആ നിർദ്ദേശങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. നമുക്ക് ചെയ്യാനുള്ളത് മുകളിലേക്ക് നോക്കി ദൈവത്തിനോട് ഇതിനൊരു ശാശ്വത പരിഹാരം, ഇതെന്താണ് സത്യം ഏതാണ് അസത്യം എന്നുള്ളത് കണ്ടെത്തി തരണേ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് നിവൃത്തിയുള്ളൂ. നാം സാധാരണക്കാരാണ്, നമുക്ക് മറ്റു വലിയ പവേഴ്സൊന്നും നമ്മുടെ കയ്യിലില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നിങ്ങളെ സമീപിക്കുന്നവരെ നിങ്ങൾക്കേവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.